സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ എസ്എഫ്ഐക്കാരായ പ്രതികളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നെടുമങ്ങാട് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് അദ്ദേഹം തത്സമയം. ഈ സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ എല്ലാ അർത്ഥത്തിലും ആ പദത്തിന് അർഹരായിട്ടുള്ള ആളുകളാണ് ഈ സംഘടനയിൽപ്പെട്ട ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നവർ എന്ന് ഞാൻ പറയുന്നത്. ആ സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകള് അവര് എസ്എഫ്ഐക്കാരായിരുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, അതിനുശേഷം നടന്ന സംഭവം എന്താ? അവിടുത്തെ ഡീൻ, വൈസ് ചാൻസലർ, പാർട്ടി നേതാക്കന്മാർ ഇവരെല്ലാവരും ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി. വൈസ് ചാൻസലർ റിപ്പോർട്ട് കൊടുക്കാൻ എത്രയോ ദിവസങ്ങൾ എടുത്തു. ഡീൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല എന്നാണ്. മാത്രമല്ല, അങ്ങനെ ഒരു സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ചുമതല നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ നീക്കം ചെയ്തപ്പോൾ ആ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആ മന്ത്രിയും ഈ വീട്ടിൽ വന്നു, സിദ്ധാർത്ഥന്റെ വീട്ടിൽ വന്നു. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് എന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചത്. പക്ഷെ ആ മന്ത്രി പറയുന്നത് വൈസ് ചാൻസലറെ നീക്കം ചെയ്തത് തെറ്റായിപ്പോയി, വൈസ് ചാൻസലറെ നീക്കം ചെയ്യരുത്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ആ കലാലയത്തിൽ സർവകലാശാലയിൽ നടന്നിട്ട് അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് വൈസ് ചാൻസലർ സ്ഥാനത്ത് ഇരിക്കാനുള്ള എന്ത് അർഹതയുണ്ട് എന്ന് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള മുഴുവൻ ആളുകളും ചോദിക്കും. കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ നിരവധി സംഭവങ്ങൾ, വ്യാജ നിയമനങ്ങൾ, വ്യാജ സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ തന്നെ മുച്ചൂടും മുടിക്കുന്ന ഒരു ക്രിമിനൽ സംഘമായിട്ട് ഒരു വിദ്യാർത്ഥി സംഘടന മാറുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട് ഞങ്ങളും വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് വളർന്നു വന്നത് എന്ന് പറയാൻ. അത് ഒളിച്ചു വെക്കണോ മറച്ചു വെക്കണോ എന്നടക്കം പലപ്പോഴും തോന്നാറുണ്ട്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളല്ല ലഹരിയുടെ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റുന്ന ആശയത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കലാലയങ്ങളുടെ പ്രത്യേകതയായിട്ട് മാറേണ്ടത്. പക്ഷെ കേരളത്തിലെ കലാലയങ്ങളിൽ നടക്കുന്നത് എന്താ? ഒരൊറ്റ സംഘടനയുടെ മാത്രം അവരുടെ നിർദ്ദേശങ്ങൾ മാത്രം അംഗീകരിക്കപ്പെടണം. മറ്റാരുടെയും ഒരഭിപ്രായവും അവിടെ പ്രകടിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഈ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ കലാലയങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ നിരവധി ദിവസങ്ങളിൽ അദ്ദേഹം പലതവണ മാധ്യമ പ്രവർത്തകരെ കണ്ടു, അദ്ദേഹം പലതവണ പൊതുപരിപാടികളിൽ സംസാരിച്ചു. അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇവിടെ എത്താൻ അധികം ദൂരമില്ല. അദ്ദേഹത്തിന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ ആഡംബര വണ്ടി വേണ്ടിയിരുന്നു. ഞാൻ സമ്മതിക്കുന്നു, അദ്ദേഹത്തിന് ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ആരോഗ്യമില്ല. പക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാടേക്ക് വരാൻ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ എസ്എഫ്ഐക്കാരായ പ്രതികളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള സത്യാഗ്രഹ സമരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിലാണ് സത്യാഗ്രഹ സമരം നടക്കുന്നത്.